INA സമരം 60ാമത്തെ ദിവസത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു 60 ദിവസം ഇവിടെ സമരം ചെയ്തതിൽ എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? 60 ദിവസം നമുക്ക് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിലായിരുന്നു സമരം ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പം നമുക്ക് അതിലേക്കൊരു ഒന്നും ആയിട്ടുണ്ടായില്ല. ഹോസ്പിറ്റൽ സൈഡിൽ നമുക്കൊരു അനുകൂലമായിട്ടൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് നമ്മൾ കളക്ടറേറ്റിലേക്ക് ഇപ്പോൾ മാർച്ചായി വന്ന് സമരം മാറ്റിയത്. അപ്പോൾ ഈ ഒരു സമരം നീതി കിട്ടും തോന്നുന്നുണ്ടോ ഈ 60ാം ദിവസത്തിൽ? ഇന്ന് നമുക്ക് നിർണായകമായ ഒരു ദിവസമാണ്. ഇന്ന് എന്തായാലും നമുക്കൊരു അന്തിമമായ ഒരു വിധി ഉണ്ടാകും. നിങ്ങളിപ്പോൾ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചയ്ക്ക് പോയിട്ട് വരുമ്പം ഒരു നല്ല തീരുമാനമായിട്ട് അവർ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, നല്ലൊരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. ഇത്രയും ദിവസത്തെ പോലെയല്ല, എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാവരും. അതുപോലെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംയമനമാണ് അവർ പാലിക്കുന്നത്? ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കും നമ്മുടെ സമരത്തിനോട് ഇപ്പം തീർക്കാമെന്നൊരു മട്ടിൽ തന്നെ ആയിട്ടുണ്ട്. സർക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുന്നെന്ന് പറയുന്നുണ്ടോ? സർക്കാർ, അതായത് വി ഡി സതീശൻ സർക്കാർ നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സമരം വിജയിക്കുമെന്ന് ഒരു ഉറപ്പ് നിങ്ങൾക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മാർച്ച് നടത്തിയിട്ട് ഇവരെല്ലാവരും വന്നായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ എല്ലാം പാർട്ടിക്കാർ ഇവർ വന്നായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ കൂടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഓൾറെഡി നമുക്ക് ആദ്യം തൊട്ട് ഇവരുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമരം ഇത്രയും ദിവസം രാപ്പകൽ സമരമൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് മറ്റ് നഴ്സുമാരുണ്ടോ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ANM നേഴ്സാണ് ഉണ്ടായിരുന്നത്. രജിസ്റ്റേർഡ് സ്റ്റാഫ് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ സമരത്തിലായതുകൊണ്ട് ഹോസ്പിറ്റലിൽ ANM നേഴ്സ് മാത്രമേ ഉള്ളൂ. രജിസ്റ്റേർഡ് ആരുമില്ല നേഴ്സുമാർ. എല്ലാവരും സമരത്തിൽ. ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങൾ കാരണം ഒരുപാട് രോഗികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവല്ലോ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമുക്ക് അത്രയൊരു സാലറി ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സമരത്തിന് ഇറങ്ങേണ്ട വന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി, നല്ലൊരു ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങേണ്ട വരത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടില്ല? ഇപ്പം നാളെ സമരം തീരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ശുഭപ്രതീക്ഷയിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ്? സമരം തീർന്നാണ് നമ്മളോടിപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് കയറാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ ഡ്യൂട്ടിക്ക് കയറും. ഒരു മടിയില്ല, ഞങ്ങൾ ഡ്യൂട്ടിക്ക് തന്നെ കയറും. എല്ലാവരും കയറും. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കാര്യങ്ങളുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അതായത് നമ്മളിങ്ങനെ സമരത്തിന് ഇരുന്നുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് ഒരു ഇതായിട്ടുള്ള ഒന്നും ചെയ്യരുതെന്നുള്ള രീതിക്കാണ് അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് കയറുന്നത്. ഒരു എന്താ പറയുക, ഒരു ഇതായിട്ടുള്ള ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ 60ാം ദിവസം നാളത്തേക്ക് ആയിക്കഴിഞ്ഞാൽ സമരം തീർന്നിട്ടില്ല. അടുത്ത സമരത്തിൻ്റെ മുറ എങ്ങനെയായിരിക്കും? അടുത്തത് നിരാഹാര സമരമാണെന്നാണ് പറയുന്നത്. നിരാഹാര സമരം, ഒരു രാപ്പകൽ സമരം ഉണ്ടാകും, കൂടെ നിരാഹാരം. നിങ്ങളെപ്പോലെ പഠിച്ചിറങ്ങിയ ഒരു നഴ്സ്, BSc ആണെങ്കിലും ANM GNM ആണെങ്കിലും പഠിച്ചിറങ്ങിയ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പഠിച്ചിറങ്ങിയിട്ടും ആ ഒരു ലോൺ അടക്കാൻ പോലെ നിങ്ങൾക്ക് തികയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുവന്നത് ഈ ഒരു ലോണും മറ്റു കാര്യങ്ങളൊക്കെ? ഇപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇതാക്കുന്നത്. ആ ഒരു പൈസ എവിടെയും നമുക്ക് എത്തുന്നില്ല. നമ്മൾ കയറിയ സമയത്ത് പോലും നമുക്ക് ഒരു വർഷത്തേക്ക് അത്ര ചെറിയൊരു തുക ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 2.5 വർഷം, എന്നാലും അവർ അത്രയും പൈസ നമുക്ക് തരുന്നുള്ളൂ. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി പാക്കേജ് അവരുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോൺ അടയ്ക്കാനാണെങ്കിലും ബാക്കി നമുക്കിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഫീസ് ഉണ്ടാവും ഹോസ്റ്റലിൽ. അപ്പോൾ അതടയ്ക്കാനാണെങ്കിലും ബാക്കി ഭക്ഷണം ചിലവ് കാര്യത്തിന് എല്ലാത്തിനും പൈസ നമുക്ക് എത്തുന്നില്ല. ബാക്കി ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് തരുന്ന അങ്ങനെ. അപ്പോൾ സമരം ഇന്ന് വിജയിക്കുമെന്ന ഉറപ്പ് ഏകദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇന്ന് എല്ലാവർക്കും തന്നെ ഒരു വിശ്വാസം, ഒരു ശുഭപ്രതീക്ഷ തന്നെ എല്ലാവരും ഇരിക്കുന്നത്. ഇന്ന് വിജയിക്കും. നിങ്ങളെ സമരം അവസാനിക്കട്ടെ. അതുപോലെ നാളെ ഒരു ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് കണ്ണൂർ മൗണ്ടിനും ആശംസിക്കുന്നു. ഒരുപാട് നന്ദി.